ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനോഹരമായ ഈ ദിവസത്തിൻ്റെ നല്ല സമയത്ത് ഹോപ്പ് ടി വിയിലൂടെ നിങ്ങളുടെ മുമ്പിൽ ദൈവത്തിൻ്റെ വചനവുമായി നിൽക്കാൻ തക്കവണ്ണം ദൈവം എന്നെ എടുത്തുപയോഗിച്ച കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വളരെ മനോഹരമായ ഈ ദിവസത്തിൻ്റെ ഈ നല്ല സമയത്ത് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നത് വിശ്വാസത്തിൻ്റെ ഫലങ്ങൾ എന്ന ഭാഗമാണ്. വിശ്വാസത്തിൻ്റെ ഫലങ്ങളിൽ ആദ്യത്തെ ഭാഗം നമ്മൾ നോക്കി. രണ്ടാമത്തെ ഭാഗം ഇത് നമ്മൾ ചർച്ച ചെയ്യാൻ പോവുകയാണ്. രണ്ടാമത് നീതീകരണം എന്ന ഭാഗമാണ് നമ്മൾ നോക്കുവാനായിട്ട് പോകുന്നത്. വിശ്വാസത്തിൻ്റെ ഫലങ്ങളിൽ രണ്ടാമത് നീതീകരണം. എങ്ങനെയാണ് ഒരു വ്യക്തി ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നത് എന്ന് നമ്മൾ ഇന്ന് ദൈവത്തിൻ്റെ വചനത്തിലൂടെ നോക്കിക്കാണാനായിട്ട് പോവുകയാണ്. ഏതെല്ലാം രീതിയിലാണ് ഒരു വ്യക്തി ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നത് എന്ന് നമ്മൾ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി ചിന്തിക്കാൻ പോവുകയാണ്. എന്നെ ഇപ്പോൾ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നിങ്ങളെല്ലാവരും പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക. ദൈവം നമ്മെ ഓരോരുത്തരെയും അത്ഭുതകരമായി അതിശയകരമായി വഴി നടത്തുമാറാകട്ടെ. എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായിരിക്കുന്ന അടികളുടെ സ്വർഗ്ഗത്തിലെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, തിരുനാമത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല സമയത്തിനായി സ്തോത്രം, നൽകി തന്ന അങ്ങയുടെ വചനത്തിനായി സ്തോത്രം. ഇന്ന് വചനം പറയുന്ന അടിയനെയും വചനം കേൾക്കുന്ന ഓരോ പ്രിയ മക്കളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ കർത്താവേ അടിയങ്ങൾക്ക് വെളിപ്പെടുത്തി തരുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾ ചോദിച്ചത് കുറവാണെങ്കിലും ധാരാളമായ നന്മകളെ നിറയ്ക്കണം. സകലവും പുണ്യസ്തംഭനായ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് ഈ നല്ല സമയത്ത് എങ്ങനെ ഒരു വ്യക്തി ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നു എന്നുള്ള ഭാഗത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുകയാണ്. എങ്ങനെയാണ് ഒരു വ്യക്തി ദൈവത്തിൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നത്? ഒരു മനുഷ്യന് തൻ്റെ ആത്മീയ ജീവിതത്തിൽ നീതീകരണം ലഭിക്കുന്നത് ഒരിക്കലും സ്വന്തം പ്രവൃത്തികളാലല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഒരിക്കലും നമ്മളുടേതായിട്ടുള്ള കഴിവുകൊണ്ടോ നമ്മളുടേതായിട്ടുള്ള പ്രവൃത്തി കൊണ്ടോ അല്ല ദൈവസന്നിധിയിൽ നമ്മൾ നീതീകരിക്കപ്പെടുന്നത് എന്ന് ആദ്യം തന്നെ ദൈവജനമേ ഞാൻ ഓർപ്പിച്ചുകൊള്ളട്ടെ. നമ്മളുടെ കഴിവ് കൊണ്ടല്ല നാം ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നത്. നമ്മളുടെ പ്രവൃത്തി കൊണ്ടല്ല നാം ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നത്. മറിച്ചോ ദൈവത്താലുള്ള വിശ്വാസത്താൽ ദൈവം ഒരു വ്യക്തിയെ നീതിമാനായി കണക്കിടുന്നു. ദൈവത്തിലുള്ള ഒരു വ്യക്തിയുടെ വിശ്വാസം മുഖാന്തരമാണ് ദൈവം ഒരു വ്യക്തിയെ നീതിമാനായി കണക്കിടുന്നത് എന്ന് പ്രിയ ദൈവജനമേ നാം ഓർക്കുക. ഒരിക്കലും നമ്മളുടെ സ്വന്തം പ്രവൃത്തിയാലല്ല, നമ്മളുടെ കഴിവുകൊണ്ടോ നമ്മളുടെ യാതൊരുവിധ പ്രവൃത്തി കൊണ്ടോ നമ്മൾ നേടിയെടുക്കുന്നതല്ല ദൈവസന്നിധിയിലെ നീതീകരണം എന്ന് പറയുന്നത്. നേരെ മറിച്ച് ദൈവത്തിലുള്ള വിശ്വാസത്താൽ ദൈവം ഒരു വ്യക്തിയെ നീതിമാനായി എണ്ണുന്നു എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ള കാര്യം. ഒരു ഉദാഹരണം വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന്, വിശുദ്ധ വചനത്തിൽ നിന്ന് എടുത്ത് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ഭാഗം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ഈ വാക്യങ്ങളിൽ വായിക്കുമ്പോൾ നമുക്കവിടെ 2 വ്യക്തികളെ കാണാൻ തക്കവണ്ണം സാധിക്കുന്നു. ഒന്ന് ഒരു ചുങ്കക്കാരൻ, ഒന്ന് ഒരു പരീശൻ. ഈ 2 വ്യക്തികളുടെ പ്രാർത്ഥന നമുക്കവിടെ കാണാൻ തക്കവണ്ണം സാധിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 2 പ്രാർത്ഥനാ രീതികൾ നമുക്കവിടെ കാണാൻ തക്കവണ്ണം സാധിക്കുന്നു. 2 പ്രാർത്ഥനാ രീതികൾ നമുക്കവിടെ കാണാൻ തക്കവണ്ണം സാധിക്കുന്നു. ഒന്നാമതായിട്ട് അവിടെ പരീശൻ പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ തക്കവണ്ണം സാധിക്കുന്നു. പരീശൻ അവിടെ നിന്നുകൊണ്ട് തന്നോട് തന്നെയാണ് പറയുന്നത് എന്ന് അവിടെ വായിക്കാൻ തക്കവണ്ണം സാധിക്കുന്നു. അവിടെ തന്നോട് തന്നെ പറയുകയാണ്. ഒരിക്കലും അവൻ ദൈവത്തോടല്ല പറയുന്നത്, അവൻ തന്നോട് തന്നെ പറയുകയാണ്. ഞാൻ എല്ലാ ആഴ്ചയും പള്ളിയിൽ പോകുന്നവനാണ്, ഞാൻ എല്ലാ ആഴ്ചയും പതാരം കൊടുക്കുന്നവനാണ്, ഞാൻ ആ കാര്യങ്ങൾ ചെയ്യുന്നവനാണ്, ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നവനാണ്, ഞാൻ പള്ളിക്ക് വേണ്ടി അനേക കാര്യങ്ങൾ ചെയ്യുന്നവനാണ് എന്നെല്ലാം അവിടെ സ്വയമേ നിന്ന് സ്വയം അവൻ്റെ പ്രവൃത്തികളെ അവൻ പുകഴ്ത്തുന്നതായിട്ട് നമുക്ക് കാണാൻ തക്കവണ്ണം സാധിക്കുന്നു. അവസാനം അദ്ദേഹം പറഞ്ഞു വന്നതിൻ്റെ അവസാനം അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്. ഞാൻ ഈ ഇരിക്കുന്ന ചുങ്കക്കാരനെ പോലെ അല്ല, ഞാൻ ഈ ഇരിക്കുന്ന ചുങ്കക്കാരനെ പോലെ അല്ല എന്നുകൂടെ അവിടെ അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നതായിട്ട് നമുക്ക് കാണാൻ തക്കവണ്ണം സാധിക്കുന്നു. ഞാൻ ഈ ഇരിക്കുന്ന ചുങ്കക്കാരനെ പോലെ അല്ല എന്നുകൂടെ അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. സ്വന്തം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെടുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നിരിക്കുന്ന ഒരു പരീശനെയാണ് നമ്മളവിടെ കാണുന്നത്. സ്വന്തം പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ വന്നിരിക്കുന്ന ഒരു പരീശനെയാണ് നമ്മളവിടെ കാണുന്നത്. ഇനി അടുത്തതായിട്ട് ആ ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന നമ്മളൊന്ന് ശ്രദ്ധിക്കുമ്പോൾ
ആ ചുങ്കക്കാരൻ്റെ പ്രാർത്ഥനയിലേക്ക് നമ്മൾ വരുമ്പോൾ അദ്ദേഹം അവിടെ പ്രാർത്ഥിക്കുന്ന ഒരു രീതി നമ്മൾ കാണണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ പോലും മടിച്ചുകൊണ്ട് അദ്ദേഹം എന്തു ചെയ്യാണ്? കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, അലമുറയിട്ട് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഞാൻ അങ്ങയുടെ സന്നിധിയിൽ നിൽക്കാൻ പോലും യോഗ്യനല്ല, ഞാൻ അങ്ങയുടെ സന്നിധിയിൽ കടന്നു വന്ന് അങ്ങയുടെ മുഖത്തേക്ക് നോക്കുവാൻ പോലും യോഗ്യനല്ല എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞു പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള ഒരു ചുങ്കക്കാരനെ നമുക്ക് കാണാൻ തക്കവണ്ണം സാധിക്കുന്നു. നേരെ മറിച്ച് പരീശൻ്റെ പ്രാർത്ഥന എങ്ങനെയായിരുന്നു? അവൻ ചെയ്ത പ്രവൃത്തികൾ, അവൻ്റേതായിട്ടുള്ള പ്രവൃത്തികളാൽ അവൻ നീതീകരിക്കപ്പെടുവാൻ തക്കവണ്ണം അവൻ ആഗ്രഹിച്ച് അവൻ സ്വയമേ താൻ ചെയ്ത പ്രവൃത്തികൾ അവിടെ വിളിച്ചു പറയുന്നതായിട്ട് നമുക്ക് കാണാൻ തക്കവണ്ണം സാധിക്കുന്നു. നേരെ മറിച്ച് ചുങ്കക്കാരനിലേക്ക് വരുമ്പോൾ ആ ചുങ്കക്കാരൻ എങ്ങനെയാണ്? അവൻ്റെ പാപങ്ങളെ അവൻ ഏറ്റുപറഞ്ഞ്, അല്ലെങ്കിൽ അവൻ പാപിയാണ് എന്ന് മനസ്സിലാക്കി ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ പോലും അവൻ യോഗ്യനല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ അലമുറയിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ തക്കവണ്ണം സാധിക്കുന്നു. ഈ പ്രാർത്ഥനയുടെ അല്ലെങ്കിൽ ഈ കഥയുടെ അവസാനത്തേക്ക് വരുമ്പോൾ അതിലേത് വ്യക്തിയാണ് നീതീകരിക്കപ്പെട്ട് ഭവനത്തിലേക്ക് കടന്നുപോയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്വന്തം പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുവാൻ തക്കവണ്ണം ആഗ്രഹിച്ച പരീശനാണോ, ഇല്ലെങ്കിൽ ഞാൻ പാപിയാണ്, ഞാൻ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുവാൻ യോഗ്യനല്ല എന്ന് വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ച ചുങ്കക്കാരനാണോ നീതീകരിക്കപ്പെട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഭവനത്തിലേക്ക് കടന്നു പോയത് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുക. അവിടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നത് ആ ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ട് അവൻ എന്ത് ചെയ്തു? ഭവനത്തിലേക്ക് കടന്നുപോയി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നു. അപ്പോൾ ആരാണ് ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നത്? സ്വന്തം പ്രവൃത്തികളാലല്ല ഒരു വ്യക്തി എന്ത് ചെയ്യുന്നത്? ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നത്. ദൈവത്താലുള്ള വിശ്വാസത്താലാണ് അവൻ എന്ത് ചെയ്യുന്നത്? അവൻ നീതീകരിക്കപ്പെടുന്നതെന്ന് കാണാൻ തക്കവണ്ണം ഇടയാകുന്നു. അവിടെ ആ ചുങ്കക്കാരൻ അവൻ പാപിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കാൻ യോഗ്യനല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവൻ അതീവ ദുഃഖത്തോടുകൂടി, അവൻ വളരെയധികം ഹൃദയവേദനയോടുകൂടി അവൻ ഹൃദയം പൊട്ടിക്കരഞ്ഞ് അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ആ വ്യക്തിയാണ് നീതീകരിക്കപ്പെട്ട് ഭവനത്തിലേക്ക് കടന്നുപോയത്. ഇന്ന് നമ്മളുടെ ഓരോരുത്തരുടെയും ആത്മീയ ജീവിതത്തിലും ഇതേ അവസ്ഥയിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും നമ്മളുടെ സ്വന്തം പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ എല്ലാ ആഴ്ചയും പള്ളിയിൽ പോകുന്നവനാണ്, ഞാൻ എല്ലാ ആഴ്ചയും പതാരം കൊടുക്കുന്നവനാണ്, ഞാൻ എല്ലാ ആഴ്ചയും എല്ലാ നന്മകളും ചെയ്യുന്നവനാണ്, ഞാൻ പള്ളിക്ക് വേണ്ടി ആ കാര്യം ചെയ്യുന്നുണ്ട്, ഈ കാര്യം ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ചെയ്യുന്നുണ്ട്, എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ദൈവസന്നിധിയിൽ പറയുന്നുണ്ട്. പക്ഷേ സ്വന്തം പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നവൻ ഒരിക്കലും നീതീകരിക്കപ്പെട്ട് ദൈവസന്നിധി വിട്ട് കടന്നു പോകില്ല എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ദൈവത്തിലുള്ള പൂർണ്ണ വിശ്വാസം മുഖാന്തരം മാത്രമേ ഒരു വ്യക്തിക്ക് നീതീകരിക്കപ്പെടുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ ദൈവം നീതിമാൻ എന്ന് എണ്ണാത്ത ഒരു വ്യക്തിയും ഈ ലോകത്തിൽ നീതീകരിക്കപ്പെടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവൻ എത്ര വലിയ പാപിയായിരുന്നാലും ശരി, മറ്റുള്ളവരുടെ മുമ്പിൽ എത്ര കൊള്ളരുതാത്തവനായിരുന്നാലും ശരി, അവനെ ആരും കണക്കിടാത്തവനായിരുന്നാലും ശരി, പക്ഷെ ദൈവത്തിൻ്റെ മുമ്പിൽ അവൻ കണക്കിടപ്പെടും. തൻ്റെ വിശ്വാസത്താൽ അവൻ എന്തു ചെയ്യും? ദൈവത്തിൻ്റെ മുമ്പിൽ അവൻ കണക്കിടപ്പെടും. ഇനി എങ്ങനെയാണ് ഒരു വ്യക്തി നീതീകരിക്കപ്പെടുന്നത്? ഏതെല്ലാം രീതിയിലാണ് ഒരു വ്യക്തി നീതീകരിക്കപ്പെടുന്നത് എന്ന് നാം ഒന്ന് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഏതെല്ലാം രീതിയിലായിരിക്കാം നീതീകരിക്കപ്പെടേണ്ടത്? റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം ഇപ്രകാരം പറയുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം: നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസത്താൽ എന്തു ചെയ്യും? ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടും എന്നുള്ളത് നാം ഒന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം, റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. അവിടെ പറയുന്നു, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. വിശ്വാസത്താൽ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം എന്തു ചെയ്യാണ്? നമ്മൾ നീതീകരിക്കപ്പെടുകയാണ് എന്ന് മനസ്സിലാക്കുക. നമ്മുടെ വിശ്വാസം മുഖാന്തരം കർത്താവായ യേശുക്രിസ്തു മുഖാന്തരമാണ് നാം ഓരോരുത്തരും നീതീകരിക്കപ്പെടേണ്ടത്. ഇനി കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നാം എങ്ങനെയാണ് നീതീകരിക്കപ്പെടേണ്ടതെന്നുള്ള ഒരു 3 ഭാഗം കൂടി പറഞ്ഞ് എത്രയും പെട്ടെന്ന് ഞാൻ അവസാനിപ്പിക്കാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, ദൈവകൃപയാൽ നാം നീതീകരിക്കപ്പെടുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ നാം നീതീകരിക്കപ്പെടുന്നു. തീത്തോസിന് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം ഇപ്രകാരം നമ്മൾ വായിക്കുന്നു: നാം നീതീകരിക്കപ്പെടുന്നു, അവൻ്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ട നാം നിത്യജീവൻ്റെ പ്രത്യാശ പ്രകാരം അവകാശികളാകണം. തീർച്ചയായിട്ടും ഒന്നുകൂടെ വായിക്കാം. തീത്തോസിൻ്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം: നാം നീതീകരിക്കപ്പെടുന്നു, അവൻ്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ട നാം നിത്യജീവൻ്റെ പ്രത്യാശ പ്രകാരം
അവകാശികളാകണം. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ കൃപയാൽ നമ്മൾ നിത്യജീവന് അവകാശികളാകുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ട് നമ്മൾ എന്തു ചെയ്യുന്നു? നിത്യജീവന് അവകാശികളായിട്ട് മാറുന്നു. എത്ര മനോഹരമായ വാക്യമാണ് ദൈവം നമ്മളുടെ മുമ്പിൽ എടുത്തു തന്നിരിക്കുന്നത്. എത്ര മനോഹരമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മളുടെ മുമ്പിൽ ദൈവം നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ കൃപയാൽ നാം ഓരോരുത്തരും നീതീകരിക്കപ്പെട്ട് ആ നിത്യജീവൻ്റെ അവകാശികളായി മാറണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആ ദൈവത്തിൻ്റെ കൃപയാണ് ഇന്ന് പകൽക്കാലം എനിക്കും നിങ്ങൾക്കും ആവശ്യമായിട്ടുള്ള ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത്. ഒരിക്കലും സ്വന്തം പ്രവൃത്തികളല്ല, ആ ദൈവത്തിൻ്റെ കൃപയാലാണ് നാം ഓരോരുത്തരും നീതീകരിക്കപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുക. എത്ര വലിയ, എത്ര അനുഗ്രഹപ്രദമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇന്ന് ദൈവം നമ്മുടെ മുമ്പിലേക്ക് വെച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ കൃപയാൽ നീതീകരിക്കപ്പെടുക എന്ന് പറയുമ്പോൾ ആ ദൈവത്തിൻ്റെ കൃപയാൽ തന്നെ നമ്മൾ നീതീകരിക്കപ്പെടണം എന്നുള്ളതാണ്. വളരെയധികം സന്തോഷത്തോടു കൂടി ഞാൻ പറയട്ടെ, ആ ദൈവത്തിൻ്റെ കൃപയാണ് ഇന്ന് എനിക്കും നിങ്ങൾക്കും ആവശ്യമായിട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മളായിരിക്കുന്നത് അന്ത്യകാലത്താണ്. എപ്പോഴും ഞാൻ പറയാറുണ്ട്, നമ്മൾ അന്ത്യകാലത്തിലാണ് ജീവിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുകയാണ്. ദൈവം തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കാൻ വേണ്ടി അവൻ എന്തു ചെയ്യാണ്? ആകാശമേഘങ്ങളിൽ വരാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ഒരുങ്ങിയിരിക്കുന്ന സമയത്ത് ഞാനും നിങ്ങളും ആ ദൈവത്തിൻ്റെ നിത്യതയിലേക്ക് എടുക്കപ്പെടുവാൻ തക്കവണ്ണം ഒരുക്കമാണോ? നമുക്കതിന് സാധിക്കുമോ എന്നുള്ളത് നമ്മളൊന്ന് ശോധന ചെയ്തു നോക്കുക. ദൈവത്തിൻ്റെ കൃപയാൽ നാം ആ നിത്യജീവന് അവകാശികളായി മാറണം എന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. തീർച്ചയായിട്ടും ആ ദൈവത്തിൻ്റെ കൃപയാണ് ഇന്ന് പകൽക്കാലം നമുക്ക് ആവശ്യമായിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം, യേശുവിൻ്റെ രക്തത്താൽ നാം എന്തു ചെയ്യാണ്? നീതീകരിക്കപ്പെടുന്നു. യേശുവിൻ്റെ രക്തത്താൽ നാം നീതീകരിക്കപ്പെടുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. യേശുവിൻ്റെ രക്തത്താൽ നാം നീതീകരിക്കപ്പെട്ടു. അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ അവനാൽ നാം കോപത്താൽ നിന്ന് എത്ര അധികമായി രക്ഷപ്പെടും. യേശുവിൻ്റെ രക്തത്താൽ നാം നീതീകരിക്കപ്പെട്ടു. അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ അവനാൽ നാം കോപത്തിൽ നിന്ന് എത്ര അധികമായി രക്ഷപ്പെടും. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ കോപത്തിൽ നിന്ന്, ആ കോപത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നത് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ രക്തമാണ്. ആ കാൽവരി ക്രൂശിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് വേണ്ടി ക്രൂശിതനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ നിന്നൊഴുകിയ ഓരോ തുള്ളി രക്തത്താലും നമ്മൾ എന്തു ചെയ്യുകയാണ്? നീതീകരിക്കപ്പെടുകയാണ്. അതിനായിട്ട് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്തിൻ്റെ സന്നിധിയിൽ, ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുക. ആ വലിയ രക്തത്താൽ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ നീതീകരിക്കപ്പെടാൻ പോവുകയാണ്. നമ്മൾ ആദ്യം പറഞ്ഞു, ദൈവകൃപയാൽ നമ്മൾ നീതീകരിക്കപ്പെടും. ദൈവകൃപയാൽ നമ്മൾ നീതീകരിക്കപ്പെടുന്നതോടൊപ്പം തന്നെ ആ ദൈവത്തിൻ്റെ വലിയ രക്തത്താൽ എന്ത് ചെയ്യുകയാണ്? നമ്മളെ ദൈവം നീതീകരിക്കപ്പെടും എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. 2000-ൽ പരം വർഷങ്ങൾക്ക് മുന്നേ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ആ വലിയവനായ ക്രിസ്തുവിൻ്റെ ആ വിലയേറിയ രക്തത്താൽ എന്ത് ചെയ്യാണ്? നമ്മളെ വീണ്ടെടുത്തു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ ആ വലിയ രക്തത്താൽ നമ്മളെ ഓരോരുത്തരെയും നീതീകരിക്കപ്പെടും എന്നുള്ളത്, നമ്മൾ ഓരോരുത്തരും നീതീകരിക്കപ്പെടും എന്നുള്ളതും വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. നമ്മളാരും നമ്മളുടെ സ്വന്തം പ്രവൃത്തിയാലല്ല നീതീകരിക്കപ്പെടുന്നത്. നമ്മൾ ഈ ലോകത്ത് എന്തെല്ലാം ചെയ്തു എന്ന് പറഞ്ഞാലും ശരി, എന്തെല്ലാം പ്രവൃത്തികൾ നമ്മൾ ഈ ലോകത്ത് നന്മകൾ ചെയ്തു എന്ന് പറഞ്ഞാലും ശരി, ദൈവത്തിൻ്റെ കൃപയാലോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ രക്തത്താലോ നീതീകരിക്കപ്പെടാതെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? ആ വലിയ സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലാൻ തക്കോണം നമുക്ക് സാധിക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമായി വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വളരെ വ്യക്തമായി വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇന്നാരെങ്കിലും നമ്മളുടെ സ്വന്തം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെടുവാൻ തക്കവണ്ണം ആഗ്രഹിച്ച് ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്നുണ്ടെങ്കിൽ പ്രിയജനമേ ഓർത്തുകൊള്ളുക, സ്വന്തം പ്രവൃത്തിയാൽ ഒരു വ്യക്തികളും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെട്ട് കടന്നു പോകില്ല. ഒരു വ്യക്തിയും സ്വന്തം പ്രവൃത്തിയാൽ എന്ത് ചെയ്യില്ല? നീതീകരിക്കപ്പെടില്ല. അവസാനമായി ഒരു കാര്യം ഇവിടെ പറയാം. എന്താണ്? വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നു. വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നു. നമ്മൾ ആദ്യം വായിച്ചതുപോലെ തന്നെ റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം. റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യം. അവിടെ പ്രകാരം പറയുന്നു, വിശ്വാസത്താൽ നാം നീതീകരിക്കപ്പെടുന്നു. അതിനാൽ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികൾ കൂടാതെ വിശ്വാസത്താൽ തന്നെ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നു എന്ന് നാം നിഗമനം ചെയ്യുന്നു. ഇവിടെ പറയുന്നു, വിശ്വാസത്താൽ നാം നീതീകരിക്കപ്പെടുന്നു. ദൈവത്തോടുള്ള വിശ്വാസത്താൽ ഒരു മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നു. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്? ദൈവത്തിൻ്റെ കൃപ വേണം, ദൈവത്തിൻ്റെ വിലയേറിയ രക്തം വേണം, ദൈവത്തോടുള്ള വിശ്വാസം വേണം. ഈ 3 കാര്യങ്ങൾ മുഖാന്തരമാണ് ഒരു വ്യക്തി ദൈവത്തിൻ്റെ സന്നിധിയിൽ നീതിമാനായി
കണക്കിടുന്നത്. ഒരിക്കലും എന്നല്ല, നമ്മളുടെ പ്രവൃത്തി കൊണ്ട് നീതീകരിക്കപ്പെടാം എന്ന് വിചാരിച്ചാൽ നമുക്ക് നീതീകരിക്കപ്പെടാൻ സാധിക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊള്ളുക. ഇന്ന് ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുവാൻ തക്കവണ്ണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, ഞാൻ പാപിയാണ്, ഞാൻ ദോഷിയാണ്, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കാൻ യോഗ്യനല്ല, അങ്ങയുടെ മുഖത്തേക്ക് നോക്കാൻ പോലും ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ അലമുറയിട്ട് കരഞ്ഞ ചുങ്കക്കാരനെ പോലെ താണ് വീഴുവാൻ തക്കവണ്ണം നമ്മൾ ഒരുക്കമാണ് എങ്കിൽ തീർച്ചയായിട്ടും ആ വിലയേറിയ രക്തത്താൽ നമ്മൾ വീണ്ടെടുത്ത വലിയനായ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ രക്തത്താൽ നമ്മളെ ഓരോരുത്തരെയും നീതീകരിക്കാൻ തക്കവണ്ണവും ഇന്ന് ഒരുങ്ങിയിരിക്കുകയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക. ദൈവത്തിൻ്റെ കൃപ ധാരാളമായി നൽകി തന്നുകൊണ്ട് ആ വിലയേറിയ രക്തത്താൽ നിങ്ങളുടെ വിശ്വാസത്താൽ എന്തു ചെയ്യും? ദൈവം നമ്മളെ നീതീകരിക്കും. അങ്ങനെ നീതീകരിച്ചെങ്കിൽ മാത്രമേ ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാൻ തക്കോണം നമുക്ക് സാധിക്കുകയുള്ളൂ. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ദൂതന്മാരുമൊത്ത് ആകാശമേഘങ്ങളിൽ വിശുദ്ധന്മാരെ ചേർക്കാനായിട്ട് രണ്ടാമത് വീണ്ടും വരുമ്പോൾ ഞാനും നിങ്ങളും അടക്കുന്ന ദൈവജനം ആ വിശുദ്ധ ഇതിൽ പങ്കാളികളാകുവാൻ തക്കവണ്ണം ഒരുക്കമാണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക, നമ്മളതിന് ഒരുങ്ങിയിട്ടുണ്ടോ? കർത്താവായ യേശു ക്രിസ്തുവിനെ എതിരേൽക്കാൻ തക്കവണ്ണം നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ? അങ്ങനെ ഒരുങ്ങണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നീതീകരിക്കപ്പെട്ടേ മതിയാകൂ. നമ്മൾ നീതീകരിക്കപ്പെട്ടേ മതിയാകൂ. ആ നീതീകരണം നമ്മളുടെ ജീവിതത്തിൽ വന്നേ മതിയാകൂ. അതല്ലാത്ത പക്ഷം ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല. കർത്താവായ യേശു ക്രിസ്തു രണ്ടാമത് വരുമ്പോൾ ആ ഒരു വലിയ ശുശ്രൂഷയിൽ പങ്കാളികളാകാൻ തക്കോണം സാധിക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമ്മൾ സ്വന്തം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതൊരിക്കലും എന്ത് ചെയ്യില്ല, സാധിക്കില്ല. റോമർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചതുപോലെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അവൻ വിശ്വസിക്കുകയിൽ മാത്രമേ അവൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നീതീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ നീതീകരിക്കപ്പെടുവാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ. ഒരിക്കൽ കൂടി ഒന്നുകൂടെ പറയട്ടെ, ആ ചുങ്കക്കാരൻ്റെയും പരീശൻ്റെയും പ്രാർത്ഥന നമ്മൾ ഒന്നെടുത്ത് വളരെ വ്യക്തമായി ആഴമായി നമ്മൾ വായിക്കുമ്പോൾ ആ പരീശൻ പ്രാർത്ഥിച്ച രീതി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. അവൻ പ്രാർത്ഥിക്കുകയല്ല ചെയ്തത്, അവനൊരിക്കലും പ്രാർത്ഥിക്കുകയല്ല ചെയ്തത്. അവൻ ദൈവത്തിൻ്റെ മുമ്പിൽ അവൻ അഹങ്കാരത്തോടു കൂടി, അവൻ എന്താണ്, അതീവ ഹൃദയത്തിൽ എത്രത്തോളം അഹങ്കാരത്തോടു കൂടി അവൻ പറയുകയാണ്, ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മളുടെ അവസ്ഥയും അതുതന്നെയാണ്. നമ്മൾ ന്യായപ്രമാണങ്ങളെ അനുസരിക്കുന്നുണ്ട്, നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്, എല്ലാ ആഴ്ചയും പള്ളിയിൽ പോകുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് എങ്കിൽ നമ്മൾ നീതിമാന്മാരായി എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്താൽ ഞാൻ നീതിമാനാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. പക്ഷെ ദൈവം ചോദിക്കുന്നു, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചിട്ടുണ്ടോ? നിന്നെ ദൈവത്തിൻ്റെ രക്തത്താൽ വീണ്ടെടുത്തിട്ടുണ്ടോ? നീ നിൻ്റെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ടുണ്ടോ? ഈ 3 ചോദ്യങ്ങൾ ദൈവം നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ദൈവത്തോട് മറുപടി പറയും? ദൈവകൃപ എനിക്ക് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? നമ്മൾ സ്വയമേ ഒന്ന് ചിന്തിച്ചു നോക്കുക. ദൈവത്തിൻ്റെ സ്വന്തം രക്തത്താൽ ദൈവം നമ്മളെ നീതീകരിച്ചിട്ടുണ്ടോ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക എന്ന് പകൽക്കാലം. തീർച്ചയായിട്ടും ഈ കാര്യങ്ങളില്ല എങ്കിൽ നീതീകരിക്കപ്പെടുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു, നീതീകരിക്കപ്പെട്ടില്ല എങ്കിൽ ദൈവം രണ്ടാമത് വരുമ്പോൾ, കർത്താവായ യേശു ക്രിസ്തു വാനമേഘങ്ങളിൽ വിശുദ്ധന്മാരെ കൂട്ടാനായിട്ട് വരുമ്പോൾ ആ വിശുദ്ധ സ്വർഗത്തിലേക്ക് നമ്മളും എടുക്കപ്പെടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ആ ചുങ്കക്കാരൻ പ്രാർത്ഥിച്ചതുപോലെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നോക്കാൻ പോലും, ആ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കാൻ പോലും യോഗ്യനല്ല ഞാൻ എന്ന് പറഞ്ഞ് അലമുറയിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചതുപോലെ അങ്ങനെ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ കടന്നു ചെല്ലാം. അങ്ങനെ കടന്നു ചെല്ലുമ്പോൾ ആ വിലയേറിയ രക്തത്തിൻ്റെ ഓരോ തുള്ളിയും നിൻ്റെ നിറകം മുതൽ നിൻ്റെ ഉള്ളംകാല് വരെ വീഴ്ത്തി നിൻ്റെ ശരീരം മുഴുവൻ വീണ്ടെടുത്ത് നിന്നെ പൂർണ്ണമായി നീതീകരിച്ച് അവൻ എന്തു ചെയ്യും? ആ ദൈവത്തിൻ്റെ വരവിന് വേണ്ടി എന്നെയും നിങ്ങളെയും ഒരുക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അങ്ങനെ ഒരുങ്ങിയിട്ട് വേണം നാം എന്തു ചെയ്യാൻ? ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലാൻ. അല്ലാത്ത പക്ഷം നമ്മൾ എന്തു ചെയ്യും? നഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിലേക്ക്. നമുക്കറിയാം, ലൂസിഫറിൻ്റെ മനസ്സിലുണ്ടായ ചിന്തയും അത് തന്നെയായിരുന്നു. ലൂസിഫറിനെ ദൈവം എങ്ങനെയാണ് സൃഷ്ടിച്ചാക്കിയതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അനേകം ഏറ്റവും വില കൂടിയ രത്നങ്ങളാലും ഏറ്റവും വില കൂടിയ മരതകം, ഗോമേതകം പോലുള്ള രക്തങ്ങളാലും ദൈവം എന്ത് ചെയ്തു? ആ ലൂസിഫറിനെ സൃഷ്ടിച്ചു എന്ന് നമുക്ക് വായിക്കാൻ തക്കവണ്ണം സാധിക്കുന്നു. വചനത്തിലൂടെ നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട്. പക്ഷേ ലൂസിഫർ എങ്ങനെയുള്ള സ്വഭാവക്കാരനായിരുന്നു? അവൻ്റെ സ്വഭാവം ഏത് രീതിയിൽ മാറ്റപ്പെട്ടു പോയി എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കുക. ഞാൻ അത്യുന്നതന് സമനാകും, ഞാൻ എന്തു ചെയ്യും? മേഘങ്ങളിൽ ഇരുന്നരുളും, ഞാൻ അത്യുന്നതനോട് സമനാകും എന്നുള്ള ചിന്ത, ആ ഒരു പ്രവൃത്തി അവൻ എന്തു ചെയ്തു? അവൻ്റെ നാശത്തിൻ്റെ പടുകുഴിയിലേക്ക്
വീഴിക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു. അവൻ നാശത്തിൻ്റെ പടുകുഴിയിലേക്ക് വീണുപോയി. അവൻ നീതീകരിക്കപ്പെട്ടില്ല. അവൻ എന്ത് ചെയ്തില്ല? അവനൊരു നന്മയുടെ അനുഭവം ഉണ്ടായില്ല. അവനൊരു നീതീകരണത്തിൻ്റെ അനുഭവം അവനുണ്ടായില്ല. അവൻ നാശത്തിൻ്റെ പടുകുഴിയിലേക്ക് വീണു പോകുന്നൊരു സാഹചര്യം നാം കാണുകയുണ്ടായി. അവൻ നഷ്ടപ്പെട്ടു പോയി. ലൂസിഫറിനെ പിന്നീട് നമ്മൾ കാണുന്നത് അവന് സ്വർഗത്തിലേക്കുള്ള പ്രവേശനം പോലും നഷ്ടപ്പെട്ട രീതിയിൽ നമ്മൾ കാണുന്നുണ്ട്. അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു എന്ന് യെശയ്യാ പ്രവാചകൻ ചോദിക്കുന്നത് പോലെ, അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? ഇന്നെന്നോടും നിങ്ങളോടും ചോദിക്കുന്ന ചോദ്യം, നമ്മൾ ദൈവത്തിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞാലും ശരി, എന്തെല്ലാം നന്മകൾ ചെയ്യുന്നു എന്ന് പറഞ്ഞാലും ശരി, ദൈവത്തിൻ്റെ കൃപ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇല്ല എങ്കിൽ, ദൈവത്തിൻ്റെ രക്തത്താൽ നമ്മളെ നീതീകരിച്ചിട്ടില്ല എങ്കിൽ, ദൈവത്തോടുള്ള പൂർണ്ണ വിശ്വാസത്താൽ നമ്മൾ നീതീകരിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ എന്തു ചെയ്യില്ല? ആ കർത്താവായ യേശു ക്രിസ്തു വിശുദ്ധന്മാരെ കൂട്ടാൻ കടന്നു വരുമ്പോൾ നമ്മൾ ഒരിക്കലും വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടില്ല. സാത്താനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കി വെച്ചിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക് പോകാൻ പറയുന്ന കോലാടുകളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നവരായി മാറിപ്പോകും ഞാനും നിങ്ങളും എന്ന് നമ്മൾ മനസ്സിലാക്കുക. പൂർണ്ണമായി വിശ്വസിച്ച് ആ വിശ്വാസത്തിൻ്റെ ഫലമായ നീതീകരണം നേടുവാൻ തക്കവണ്ണം നമുക്ക് ഓരോരുത്തർക്കും ഇന്ന് പകൽക്കാലം ഒരുങ്ങാം. ആ ചുങ്കക്കാരൻ പ്രാർത്ഥിച്ചതുപോലെ, കർത്താവേ, എൻ്റെ പിതാവേ, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കാൻ യോഗ്യനല്ല, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കാൻ പോലും യോഗ്യനല്ല എന്ന് പറഞ്ഞുകൊണ്ട് അലമുറയിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തക്കവണ്ണം ഇന്ന് പകൽക്കാലം മുതൽ നമുക്ക് പഠിക്കാം. ഇന്ന് പകൽക്കാലം മുതൽ അത് നമുക്ക് ശീലമാക്കാം. അങ്ങനെ ഒരു ശീലം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ? നീതീകരിക്കപ്പെടുവാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നീതീകരിക്കപ്പെട്ടുകൊണ്ട് ആ മുന്നോട്ട് കടന്നു പോകുവാൻ തക്കവണ്ണം ഇന്ന് പകൽക്കാലം ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിക്കുകയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അങ്ങനെ ആ വിളിക്ക് യോഗ്യമാവാൻ തക്കവണ്ണം ആ വിളി കേട്ടുകൊണ്ട് ആ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി, ദൈവമേ, ഞാൻ പാപിയാണ്, ദൈവമേ, ഞാൻ അങ്ങയുടെ സന്നിധിയിൽ നിൽക്കാൻ യോഗ്യനല്ല, ഞാൻ അങ്ങയുടെ മുഖത്തേക്ക് നോക്കാൻ യോഗ്യനല്ല, എന്നെ നീതീകരിക്കണമേ, എൻ്റെ പാപങ്ങളെ പോക്കി തന്നുകൊണ്ട് എന്നെ നീതീകരിക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥന ഇന്നു മുതൽ നമുക്ക് ശീലിക്കാം. ഇതുവരെയും നമ്മളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു പ്രാർത്ഥന ഇല്ല എങ്കിൽ, ദൈവത്തിൻ്റെ കൃപയാൽ എന്നെ വീണ്ടെടുക്കണമേ, എൻ്റെ ദൈവത്തിൻ്റെ കൃപയാൽ എന്നെ നീതീകരിക്കണമേ, ദൈവത്തിൻ്റെ രക്തത്താൽ എന്നെ നീതീകരിക്കണമേ എന്നുള്ള പ്രാർത്ഥന ഇതേവരെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വന്നിട്ടില്ല എങ്കിൽ, ഇന്ന് പകൽക്കാലം മുതൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ഇന്ന് പകൽക്കാലം മുതൽ ആ ഒരു പ്രാർത്ഥന നമ്മളുടെ ജീവിതത്തിൽ നാം ശീലമാക്കിക്കൊള്ളുക. ഇന്ന് പകൽക്കാലം മുതൽ ആ പ്രാർത്ഥന നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ശീലമാക്കിക്കൊള്ളുക. കർത്താവേ, നിൻ്റെ വലിയ രക്തത്താൽ എന്നെ വീണ്ടെടുക്കണമേ, ആ വലിയ രക്തത്താൽ എന്നെ നീതീകരിക്കപ്പെടണമേ, അങ്ങനെ ആ ദൈവത്തിൻ്റെ വലിയ കൃപ എൻ്റെ ജീവിതത്തിൽ ദാനമായി തന്ന് എന്നെ നീതീകരിക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥന ഇന്ന് പകൽക്കാലം മുതൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മളെ ശീലമാക്കുക. അങ്ങനെ ശീലമാക്കാൻ നമ്മൾ ഒരുക്കമാണെങ്കിൽ തീർച്ചയായിട്ടും എന്നെയും നിങ്ങളെയും വീണ്ടെടുക്കുവാനും നീതീകരിക്കുവാനും ഇന്ന് നമ്മളുടെ മുമ്പിൽ വലിയവനായ ദൈവം നമ്മളുടെ ഇടയിലുണ്ട്. തീർച്ചയായിട്ടും നമ്മളെ ഓരോരുത്തരെയും ദൈവം നീതീകരിക്കട്ടെ. ദൈവം നമ്മളുടെ നീതീകരിച്ച് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ വിശുദ്ധന്മാരെ കൂട്ടുവാൻ വേണ്ടി ആകാശമേഖലയിൽ വരുമ്പോൾ അവരോ ആ വിശുദ്ധന്മാരോടൊപ്പം എടുക്കപ്പെടുവാൻ തക്കവണ്ണം ഞാനും നിങ്ങളും യോഗ്യരായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതല്ല എങ്കിൽ തീർച്ചയായിട്ടും ആ സാത്താനോടും അവൻ്റെ ദൂതന്മാർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക് തള്ളപ്പെടുന്ന കോലാട്ടുകളുടെ കൂട്ടത്തിൽ ഞാനും നിങ്ങൾ എണ്ണപ്പെടും എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് നീതീകരിക്കപ്പെട്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാൻ തക്കോണം ദൈവം നമ്മളെ ഓരോരുത്തരും ഒരുക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്നുള്ള വലിയ പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.